കേൾക്കുന്നുണ്ടോ? യെസ്. ആ ഫയൽ ഓപ്പൺ ആക്കിയോ? യെസ് യെസ്, ഹോട്ടലാണത്. അതൊരു ഒരു മൊറോക്കൻ ഡിസൈനിലാണ് വരുന്നത്. മൊറോക്കൻ സ്റ്റൈല് റെസ്റ്റോറന്റ് ആണത്. കേൾക്കുന്നുണ്ടോ? ആ ഫയൽ ഓപ്പൺ ആയി. നവീനെ നവീനെ ഒരു പേനുണ്ടോ? പെൻസിലുണ്ടോ? എടാ, നമ്മുടെ ആ ഒരു റെഡ് സ്കെയിൽ ഇല്ല അവിടെ, ആ സ്കെയിലിൽ. ഹലോ. യെസ് യെസ് യെസ്. ഇത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസൈൻ ചെയ്ത ഒരു വീഡിയോ അയച്ചേക്കുന്നത് കണ്ടായിരുന്നോ? അപ്പൊ നമുക്ക് ഈ പാറ്റേൺ വേണ്ട, ഈ അറബിക് പാറ്റേൺ ഉണ്ടല്ലോ അത് വേണ്ട. അറബിക് പാറ്റേണിന് പകരം നമുക്ക് സ്റ്റോറി ബോക്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് കണ്ടില്ലേ ഇപ്പൊ ചെയ്തിരിക്കുന്ന സ്റ്റോറി ബോക്സ്, ഒരു വൈറ്റ് കളറിലും ഗ്രീൻ കോൺസെപ്റ്റ് വരുന്നത്. ഇതേ ആർക്ക് തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം, ഇതിൽ കൊണ്ടുവരണം. ആ ഇപ്പൊ ഈ ചെയ്തേക്കുന്നത് തന്നെ കറക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ചെയ്തേക്കുന്ന ബിൽഡിംഗ് ഇല്ല, ആ ബിൽഡിങ്ങിനകത്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു ആർക്ക് ഇങ്ങനെ കറക്റ്റ് കൊണ്ടുവരണം ഇതിനകത്ത് തന്നെ. കാരണം നമുക്ക് ഈ മഴ പെയ്ത് കഴിഞ്ഞാലും പിന്നെ അതുപോലെ തന്നെ അത് തന്നെ കണ്ടോ ഇപ്പൊ ചെയ്തേക്കുന്ന ആർക്ക് ഉണ്ടോ, ഞാനിപ്പോ ഈ വരച്ചിട്ടേക്കുന്നുണ്ടോ ഇതിനകത്ത്. അപ്പം നല്ല ഓപ്പൺ, അത്യാവശ്യം നല്ല ബിഗ് സൈസ് ഓപ്പണർ ആയിരിക്കണം, നല്ല ഓപ്പണിംഗ് ആയിരിക്കണം. ഇതിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന നമ്മുടെ ആ ഷട്ടർ, 2 ഷട്ടർ വരുന്നുണ്ടല്ലോ അതിനകത്ത് കാണിച്ചേക്കുന്നത്. 1, 2 ഈ 2 ഷട്ടർ മാത്രമാണ് നമുക്ക് റെസ്റ്റോറന്റ് വരുന്നുള്ളൂ ഇതിനകത്ത്. 2 ഷട്ടർ മാത്രമേ റെസ്റ്റോറന്റ്. ഓക്കെ. ആ 2 ചെറിയ ആർക്കും റൈറ്റ് സൈഡിൽ കാണുന്ന 2 ആർക്കും ഈ കാണുന്ന ബിഗ് സൈസ് വരുന്ന ആർക്കും അതാണ് റെസ്റ്റോറന്റ് വരുന്ന മോഷൻ. അത് മൊറോക്കോ സ്റ്റൈലിലെ റെസ്റ്റോറന്റ്, മൊറോക്കോ സ്റ്റൈലായിട്ടുള്ള റെസ്റ്റോറന്റ് ആണ് വരുന്നത്. ഓക്കെ. പിന്നെന്ന് പറഞ്ഞാൽ അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒല എന്ന് പറയുന്ന മറ്റേ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു ഷോറൂം. അത് മനസ്സിലായോ? ഷോറൂം. അതിന്റെ നേരെ മേലെ കാണുന്നതാണ് KSF-ന്റെ ഓഫീസ്. അത് KSF-ന്റെ. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ശ്രീരാം ഫിനാൻസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ ഒരു പഴയ ഒരു ബിൽഡിങ് ഒരു നമ്മളെ അത് ക്ലൈന്റ് പഴയ ബിൽഡിങ് ഒരു മൊറോക്കോ സ്റ്റൈലിലേക്ക് ഇതിന്റെ ബിൽഡിങ് ഇവർ മൊത്തത്തിൽ എക്സ്റ്റീരിയർ മൊത്തം നമ്മൾ ചെയ്യുവാണ് ഇതിനകത്ത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഇതിനകത്ത് ശ്രീരാം ഫിനാൻസിന്റെയും KSF-ന്റെയും ഒല ട്രാഫിക് ഇത് മൊത്തം 3 നിലവിൽ അവിടെ ഉള്ളതാണ്, ഇതിനകത്ത് നിലവിലുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് പ്രൊപ്പോസൽ കാണിക്കുന്ന സമയത്ത് അവരുടെ ലോഗോയും കാര്യങ്ങളും വെച്ച് നമ്മൾ കാണിച്ചു. കാരണം അവർക്ക് നമ്മളൊരു ഈ ഹോട്ടലിന്റെ പേരിൽ നമ്മൾ ഇത് എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവര് നിലവിൽ ഇപ്പൊ അവർ ആ ബിൽഡിങ്ങിനകത്ത് അവർ സ്ഥാപനം ഉള്ളതാണ്. അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൊപ്പോസൽ കാണിച്ചു കൊടുക്കണം അവർക്ക് എങ്ങനെയാണ് വരുന്നത്. അപ്പൊ അവരുടെ ബോർഡും കാര്യങ്ങളും ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അത് നല്ല വൃത്തിയിൽ എങ്ങനെയാവുന്ന രീതിയിൽ കുറച്ചും കൂടെ ബോക്സ് ഒരു 35 സെന്റിമീറ്റർ ബോക്സ് പോലെ തള്ളിയിട്ടോ അതിന്റെ ലൈറ്റ് ബോർഡ് കൊടുത്തിട്ട് രീതിയിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഈ റെസ്റ്റോറന്റിന്റെ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറന്റിന്റെ ഗ്ലാസ് കാണിക്കുന്നത്. അത് ഇപ്പൊ ഈ 1, 2, 3 ആർക്ക് കാണിച്ചേക്കുന്നില്ലേ, ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് റെസ്റ്റോറന്റിന്റെ ആർക്ക് കാണിച്ചേക്കുന്നില്ലേ? ആ റെസ്റ്റോറന്റിന്റെ ആർക്ക് കാണിച്ചേക്കുന്ന പോർഷൻ ഏരിയയില് റെസ്റ്റോറന്റിന്റെ ആർക്ക് കാണിച്ചേക്കുന്ന പോർഷന്റെ ബാക്ക് സൈഡിൽ നമുക്ക് എന്ത് കാണിച്ചാൽ അവിടെ ഗ്ലാസ് കൊണ്ടുവരണം. ഗ്ലാസ് ഞാൻ വരച്ചേക്കുന്നത് കണ്ടോ, ആർക്കിൽ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ കേട്ടോ. അതിന്റെ ബാക്കിൽ ഈ ഗ്ലാസ് കാണണം. എന്നിട്ട് അതിന് ചുമ്മാ ജസ്റ്റ് ഒരു ബേജ് കളർ ലൈറ്റ് ഇന്റീരിയർ നമ്മൾ ചെയ്യുന്നില്ല, ഇപ്പൊ ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ എക്സ്റ്റീരിയർ ചെയ്യുമ്പോൾ അതിന്റെ ഇൻസൈഡിൽ ജസ്റ്റ് ഇതുപോലെ തന്നെ ഇപ്പൊ ഈ ഒലേന്റെ ട്രാഫിക്കിന്റെ ഇത് കാണിച്ച് ഇലക്ട്രിക്കിന്റെ ഇത് കാണിച്ചിരിക്കുന്ന പോലെ തന്നെ റെസ്റ്റോറന്റിന്റെ പ്രതീതിയിൽ ഗ്ലാസ് ആയിട്ട്. എന്നിട്ട് അതിന് ഫ്രെയിം കാണിക്കണം ഇങ്ങനെ ഗ്രീൻ കളറില് ഗ്രീന് ഒരു അറബിക്കില് വരുന്ന ഒരു ഗ്രീൻ കളർ കണ്ടിട്ടില്ലേ? ഓലേന്റെ ഒക്കെ നമ്മുടെ ഈ
ഒരു പിസ്ത കളർ പച്ചയില്ല, പിസ്തയല്ല, അതിനേക്കാളും കുറച്ചും കൂടി ഒരു ഈ പാകിസ്ഥാനി രീതിയിൽ ഒരു ഗ്രീൻ കളറില്ലേ, അങ്ങനത്തെ ഒരു ഗ്രീൻ കളർ ഫ്രെയിം കൊടുത്തിട്ട് അത് ഗ്ലാസ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഈ മെയിൻ എൻട്രൻസ്, ഈ മെയിൻ റെസ്റ്റോറന്റിന്റെ ബിഗ് സൈസിൽ വരുന്ന എൻട്രൻസിന്റെ പോർഷൻ ഇല്ലേ, ആ ഏരിയയിൽ, അപ്പൊ ആ ഏരിയയിൽ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഗ്ലാസ് ആക്കിയിട്ട് ഇതുപോലെ തന്നെ ഫ്രെയിം ആക്കി കൊണ്ടുവരണം ആ ഒരു ഷട്ടർ കൂടെ. അതാണ് മെയിൻ മെയിൻ നെയിൻ ബോർഡ് വരുന്നത് നമ്മുടെ ഈ ആർക്കില്ലേ, നമ്മുടെ ഈ ആർക്ക് ഞാൻ കൊണ്ടുവന്നേക്കുന്നതിന്റെ ഏറ്റവും ടോപ്പ് എൻഡിങ്ങില്ലേ, ഏറ്റവും ടോപ്പിൽ ഭാഗം മെയിൻ ഹൈറ്റിൽ വരുന്ന ആർക്കില്ലേ, ആ ആർക്കിന്റെ പോർഷന്റെ ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സംഭവം സെറ്റ് ചെയ്യണം. അത് എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾ ഐഡിയ പോകുമ്പോൾ നമുക്ക് അത് മെർജ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ സ്റ്റെയർ കാണിച്ചേക്കുന്ന ഡിസൈൻ കണ്ടോ, സ്റ്റെയർ കാണിച്ചേക്കുന്നുണ്ടോ ലെഫ്റ്റ് സൈഡിൽ കണ്ടായിരുന്നോ സ്റ്റെയർ കാണിച്ചേക്കുന്നത്? പിന്നെ അത് മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ലെഫ്റ്റ് സൈഡിൽ സ്റ്റെയർ പോലെ കാണിച്ചിരിക്കുന്നില്ല, അവിടെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതേ സെയിം മെറ്റീരിയൽസ് ഇട്ടൊന്ന് മറയ്ക്കണം, മൊത്തം ഫുള്ളായിട്ട് കവർ ചെയ്ത് വിട്ടേക്കണം. മനസ്സിലായോ? അവിടെ ഒന്ന് കവർ ചെയ്ത് വിടണം. ഈ ആർക്ക് വരുന്നതിന്റെ ഔട്ടർ ഉണ്ടല്ലോ, ആർക്ക് വരുന്നതിന്റെ ഔട്ടറിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു ഒരു 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 5 സെന്റിമീറ്ററിൽ ഒരു വീഡിങ് കൊടുത്തിട്ട് അതിന്റെ കളറും കൂടെ ഗ്രീൻ ആക്കി കൊണ്ടുവരണം. മനസ്സിലായോ? ആർക്ക് പോലെ ഇങ്ങനെ ഗ്രീൻ. പിന്നെ ഈ ലോഗോ ചെയ്യുന്ന പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ എൻഡിങ്ങിൽ കൊടുക്കുന്നേക്കാളും കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ആർക്ക് വരുന്നുണ്ടല്ലോ, ഇവിടെ ആർക്കിന്റെ ഈ സ്റ്റെയർ കേസ് കാണിച്ചിരിക്കുന്ന ഒരു ഏരിയ വരുന്നുണ്ടല്ലോ, അത് കവർ ചെയ്യാൻ പാകത്തിന് വേണ്ടി നമുക്ക് വേണ്ടി അങ്ങനെ അത് ഒരു ഓപ്ഷൻസ് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ നെറ്റോ കാര്യങ്ങളോ കൊടുത്തിട്ട് വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ കൊടുക്കാൻ നമുക്ക് വേണ്ടി. കേട്ടോ, സ്റ്റെയർ കാണാത്ത രീതിയിൽ ആർക്ക് കാണുന്ന സമയത്ത് ബിൽഡിംഗ് മൊത്തം ഫുള്ള് ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന രീതിയിൽ. മനസ്സിലായോ ഞാൻ പറയുന്നത്? ഇതിന്റെ പിക്ചറാ വേണ്ടേ? ആ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഇത് റിനോവേഷൻ ആണ് സാർ, ഇത് മൊത്തം കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇതങ്ങ് എഡിറ്റ് ചെയ്യുന്നതിന് ബെറ്റർ കൺഫ്യൂഷൻ ആവും, കാരണം അതിന്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റെയർ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ വരുന്നത്, അതൊക്കെ വരുമ്പോൾ ടോട്ടലി നമുക്കൊരു കൺഫ്യൂസ് ആയിട്ട്. ഇതിന്റെ പേര് ഇപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്നത് നമ്മളെ biryani.com എന്നുള്ള ഒരു ബ്രാൻഡാണത്. അതൊരു ഒരു ബ്രാൻഡാക്കി കൊണ്ടുവരുവാണ് അവര്, ഫ്രാഞ്ചൈസി ആയിട്ട്. അത് വലിയൊരു ബിഗ് പ്രോജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്റ്റീരിയർ എലിവേഷൻ മൂലം അങ്ങ് തുടങ്ങുകയാണ് നമ്മള്. മനസ്സിലായോ? ഇത് ചെയ്യുക, എന്നിട്ട് ഇതിന്റെ ഇവിടെയും കവർ ചെയ്ത് തരിക. എന്നിട്ട് ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സർവീസ് റോഡ്, ഇതൊരു സർവീസ് റോഡ് വഴിയാണ് വരുന്നത്. സർവീസ് റോഡ് പറഞ്ഞാൽ ഹൈവേ, മെയിൻ ആയിട്ടുള്ള അതായത് എറണാകുളം ടു ആലപ്പുഴ ഹൈവേയിൽ വരുന്ന റെസ്റ്റോറന്റ് ആണത്. അപ്പം മെയിൻ ഹൈവേന്ന് താഴത്തേക്ക് ഏകദേശം ഒരു മീറ്ററോളം താഴ്ചയുണ്ട്, മെയിൻ ഹൈവേ താഴത്തേക്ക്. എന്നിട്ട് അവിടെ നിന്ന് ആ മെയിൻ ഹൈവേന്ന് വരുന്ന സമയത്ത് നമ്മൾ ഈ സൈഡ് ഉണ്ടല്ലോ, സൈഡ് പോർഷനിൽ വെർട്ടിക്കൽ രീതിയിൽ ഒരു ബോർഡ് സെറ്റ് ചെയ്യണം. വെർട്ടിക്കലില് അത് നമ്മൾ ഒറ്റ വ്യൂ കാണിച്ചാൽ മതി, 2 വ്യൂ കാണിക്കണ്ട, ഒരു വ്യൂ കാണിച്ചാൽ. അത് ഏത് ഭാഗത്തുനിന്ന്, റൈറ്റിൽ നിന്നോ ലെഫ്റ്റിൽ നിന്നോ, ജസ്റ്റ് ഈ സൈഡില് ഈ ഇത് കാണുന്ന മൊത്തം റൈറ്റ് സൈഡിലേക്ക് ഒന്നും ഡിസൈൻ കൊണ്ടുവരണ്ട. മനസ്സിലായോ? ഈ എക്സ്റ്റീരിയറിന്റെ കാണുന്ന ഭാഗത്തിന്, എക്സ്റ്റീരിയറിന്റെ സൈഡിൽ ആ ഇത് കാണാൻ പാകത്തിന് മാത്രമായിട്ട് ഒരു ക്യാമറ കുറച്ച് വലിച്ചു വെച്ചിട്ട് കുറച്ച് ബിൽഡിങ്സ് സാധനമൊക്കെ സൈഡിൽ കൂടെ കാണിച്ച് ഈ സൈഡിൽ ഒരു വെർട്ടിക്കലിൽ ഈ biryani.com എന്ന രീതിയിലൊന്ന് എഴുതി ആ ലോഗോയും മുകളിൽ ജസ്റ്റ് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്യണം ഇതിനകത്ത് ലെഫ്റ്റ് സൈഡ്. ഇതിന്റെ പാർക്കിംഗ് ഏരിയ നമുക്ക് കാണിക്കണമെന്നില്ല. പാർക്കിംഗ് ഏരിയ എന്നല്ല, ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് അവർക്ക് ഒരു 40 to 30 ഒരു ചെറിയൊരു പാർക്കിംഗ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ കാണിക്കേണ്ട. നമ്മൾ ഇതിന്റെ ഫ്രണ്ടിലെ പോർഷനകത്ത് കാണിക്കേണ്ട ഏരിയ ഇത്ര മതി. പിന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്ലാന്റിംഗ് ബോക്സ് ഒക്കെ അറിയില്ല, കുറച്ച് പ്ലാന്റിംഗ് ഒക്കെ കാണിക്കാം. കണ്ടമാനം ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ട് രീതിയിലുള്ള കുറച്ച് പ്ലാന്റിങ്ങും കാര്യങ്ങളൊക്കെ ഇത് കാണിച്ച് റെസ്റ്റോറന്റ് പോർഷൻ്റെ ഇത് കാണിച്ച് ഒന്ന് മൂടിയേക്കാം. പിന്നെ ഇതിന്റെ ടെക്സ്ചർ വേണ്ടത്, ഇതിന്റെ മെറ്റീരിയൽസ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബേജ് കളറിൽ, ഇപ്പൊ ഞാൻ ഈ അയച്ചു തന്ന ഇമേജസ് കണ്ടോ, അതേ രീതിയിൽ ബേജ് കളറിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ ഒരു മെറ്റീരിയൽസ് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഈ അയച്ചു തന്നേക്കുന്ന മോഡലിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിന്റെ കളർ തീം അല്ല അയച്ചു തന്നേക്കുന്നത്. ഒരു ബേജ് കളർ എന്ന് പറഞ്ഞാൽ ഒരു കോൺക്രീറ്റിൽ ബേജ് കളർ കയറി വരുന്നില്ല, ഫെയ്ഡ് ആവും. നമുക്ക് പെട്ടെന്ന് മഴ നനഞ്ഞു കഴിഞ്ഞാലും വെള്ളം നനഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് പായൽ പിടിക്കുക, അറിയാത്ത രീതിയിലുള്ള ഒരു കളർ വരും. ആ ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ മതി. അത് അതിനകത്ത് സ്റ്റോണൊന്നും വേണ്ട, ആർച്ചിന്റെ സ്റ്റോണും കാര്യങ്ങളും അങ്ങനെയൊന്നും വേണ്ട. ഈ പാറ്റേണേ നമുക്ക് വേണ്ട. മനസ്സിലായോ? ഈ അറബിക് പാറ്റേൺ നമുക്ക് വേണ്ട. ഫുൾ പ്ലെയിൻ കളറിൽ നല്ല മോൾഡിംഗ് ഒക്കെ കുറച്ച് ചെയ്ത് വൃത്തിയോലെ എങ്ങനെയാന്ന് നോക്കിയിട്ട് അതിന്റെ അനുസരിച്ച് രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട്
വന്ന് തന്നാൽ മതി. കുറച്ച് നല്ല ക്യാമറയൊക്കെ കുറച്ചും കൂടെ വലിച്ചൊക്കെ വെച്ചിട്ടേ, ബാക്കിലേക്ക് കുറച്ച് വലിച്ചൊക്കെ വെച്ച്, ബാംബൂസ് ഇല്ലേ, നമ്മുടെ ബാംബൂസ് അല്ല, സോറി, നമ്മുടെ ഈ പാം ട്രീസ് ഇല്ലേ, പാം ഒരു 2-3 പാം ട്രീസ് വേണമെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ 1-2 പാം ട്രീസ് വേണമെങ്കിൽ കൊടുത്തു. അത് ഈ റെസ്റ്റോറന്റിന്റെ ഇതിന്റെ നേരെയാണ്. പിന്നെ അതുപോലെ ഇതിന്റെ ഒരു പോർഷന്റെ ഏരിയ ആയിട്ടായി ഒരു 1-2 ഒരു പാം ട്രീസ് വേണമെങ്കിൽ കൊടുത്തു അതിനകത്ത് ഒരു ലുക്കിന് വേണ്ടിയിട്ട്. അതാണ് ഹൈറ്റ് കൂടി നിൽക്കുമ്പോൾ നമുക്ക് ഒരു വണ്ടി പാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടൊന്നുമല്ല. റൗണ്ട് പോലെ ഒരു ചെറിയ റൗണ്ടപ്പ് പോലെ താഴെ ഒന്ന് കൊടുത്തിട്ട്, ഒരു സീറ്റിംഗ് പോലെ, ജസ്റ്റ് സീറ്റിംഗ് പോലെ ആക്കണ്ട, ചുമ്മാ റൗണ്ടപ്പ് പോലെ ഒരു കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് നേരെ മേലേക്ക് എന്തൊരു ഹൈറ്റിൽ വേണ്ടി 2 കൊടുത്തിട്ട് ഗൾഫിൽ പ്രതീതി പോലെ നിൽക്കാൻ പാകത്തിന്. പിന്നെ നമ്മുടെ ഈ കോഫി കൗണ്ടറിന്റെ മോഡൽ വല്ലതും കിടപ്പുണ്ടോ? കോഫി കൗണ്ടറിന്റെ ഈ സ്റ്റാർബക്സ് അങ്ങനെ രീതിയിൽ വന്ന കോഫി കൗണ്ടർ കണ്ടില്ലേ, ചെറിയ കോഫി കൗണ്ടർ കണ്ടു. അങ്ങനത്തെ ഒരു കോഫി കൗണ്ടർ ഇതിന്റെ ഫ്രണ്ടില് ലെഫ്റ്റ് കാണുന്ന പോർഷനില്ലേ, ഈ ആർക്കിന്റെ ലെഫ്റ്റ് സൈഡ് ഒരു ലൈറ്റ് ആയിട്ട് കൊടുത്തിരുന്നുണ്ടോ? അതിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഓർമ്മ വെക്കാൻ പറ്റും. നമുക്ക് ഈ റെസ്റ്റോറന്റിൽ നിന്ന് മന്തി, അതിൽ ബിരിയാണി കാര്യങ്ങളൊക്കെ മൊത്തം കഴിച്ചു വരുന്നവർക്ക് ഈ മറ്റേ നമ്മുടെ ഈ സുലൈമാനി അടിക്കില്ലേ, പക്ഷെ മോഡേൺ ആയിരിക്കണം. അതിന്റെ മുമ്പിൽ ലോക്കൽ സാധനം കൊണ്ടുവച്ചിട്ട് ഇതിലാവരുത്. ഇതിന്റെ ഒരു റേഞ്ച് മനസ്സിലായല്ലോ ഹോട്ടലിലെ. അപ്പൊ ആ ഒരു രീതിയിൽ വരുന്ന രീതിയിലുള്ള സാധനം ആയിരിക്കണം ഫ്രണ്ടിലൊരു സാധനം, അത്ര മാത്രം മതി. ഇപ്പൊ ഞാൻ അയച്ചു തന്നതിനകത്ത് ഓൾമോസ്റ്റ് ഉണ്ട്. അത് ജസ്റ്റ് ചേഞ്ച് ആക്കിയിട്ട് എനിക്കൊരു 4 മണിയാകുമ്പോൾ കിട്ടില്ലേ? അയ്യോ, അപ്പൊ റെൻഡറിങ് ഫയൽ എപ്പോ കിട്ടും എനിക്ക്? ഓക്കെ, പെട്ടെന്ന് സ്പീഡ് ആയിക്കോ, ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാ ഞാൻ അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ശരി ആയിക്കോട്ടെ, ഞാൻ ഓഫീസിലുണ്ടേ. ഓക്കെ.